അമേരിക്കയിലെ മസാച്യൂസെറ്റ്സിലെ ലിൻസി ക്ലാൻസിയുടെ വിചാരണ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 2023 തന്റെ 3 മക്കളുടെയും മരണത്തിന് കാരണമായതായി സ്വയം സമ്മതിച്ച ക്ലാൻസി, എന്നാൽ കൊലപാതക കുറ്റം നിഷേധിച്ച് മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ് തന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെന്നാണ് വാദിക്കുന്നത്. പ്രസവാനന്തര മാനസിക പ്രശ്നങ്ങൾ, വിഷാദരോഗം, മരുന്നുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവ കാരണം ചെയ്ത കാര്യങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നുവെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ കുട്ടികളെ മനഃപൂർവ്വം കൊലപ്പെടുത്തുകയായിരുന്നെന്നും താൻ ചെയ്യുന്നതെന്താണെന്ന് അവർക്ക് വ്യക്തമായി അറിയാമായിരുന്നുവെന്നും പ്രോസിക്യൂഷൻ വാദിക്കുന്നു. ഈ കേസ് മാതൃമാനസികാരോഗ്യത്തെക്കുറിച്ചും വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. പ്രസവാനന്തര വിഷാദമോ സൈക്കോസിസോ നേരിടുന്ന അമ്മമാർക്ക് അടിയന്തര ചികിത്സയും കരുതലും ആവശ്യമാണ്. എന്നാൽ അമ്മയുടെ മാനസിക പ്രതിസന്ധിയോടുള്ള സഹാനുഭൂതി നഷ്ടപ്പെട്ട 3 കുഞ്ഞുങ്ങളുടെ ജീവന്റെ ഓർമ്മയെ മറയ്ക്കാൻ പാടില്ല. മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പൊതുവായ വിധിയല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ നിയമപരമായ ഉത്തരവാദിത്വമാണ് ഈ കേസിൽ പരിഗണിക്കപ്പെടുന്നതെന്ന് പ്രോസിക്യൂഷനും ചൂണ്ടിക്കാട്ടി. ഇതിനിടെ നവജാത ശിശുവിന്റെ ജീവന്റെ സുരക്ഷയെക്കുറിച്ച് മറ്റൊരു കേസ് ചോദ്യങ്ങൾ ഉയർത്തുന്നു. കെന്റക്കി സർവകലാശാലയിലെ മുൻ വിദ്യാർത്ഥിനിയായിരുന്ന ലേക്കൻ സ്നെല്ലിംഗ് തന്റെ നവജാത മകന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഓഗസ്റ്റ് 21 കുറ്റസമ്മതം നടത്തി. കുഞ്ഞിനെ കൊന്നതായും സഹായം തേടാതിരുന്നതായും അവർ കോടതിയിൽ സമ്മതിച്ചു. 2 കേസുകളുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്, എന്നാൽ ഒരേ ചോദ്യം അവശേഷിക്കുന്നു. ഒരമ്മ പ്രതിസന്ധിയിലാകുമ്പോൾ സമൂഹത്തിന്റെ പ്രതികരണം എന്തായിരിക്കണം? കരുണയും ചികിത്സയും പ്രൊഫഷണൽ സഹായവും നൽകുക, അതോ നിരപരാധിയായ ഒരു ജീവൻ ഇല്ലാതാക്കുക? ചർച്ച ഗർഭസ്ഥ ശിശുവിലേക്ക് എത്തുമ്പോൾ ചോദ്യം കൂടുതൽ സങ്കീർണമാകുന്നു. ഓസ്ട്രേലിയൻ ഇൻഫ്ലുവൻസർ ഡാനിയൽ മിച്ചൽ തന്റെ മകൾ മാഗി ജീനിന്റെ കഥ പങ്കുവച്ചിരുന്നു. ജനിക്കുന്നതിന് മുമ്പ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തിയ കുഞ്ഞ് ഗർഭപാത്രത്തിന് പുറത്ത് ജീവിക്കുവാൻ സാധ്യത വളരെ കുറവാണെന്ന് ഡോക്ടർ അറിയിച്ചതിനെ തുടർന്ന് 26-ാം ആഴ്ചയിൽ ഗർഭചിത്രം തിരഞ്ഞെടുക്കുകയായിരുന്നു. പിന്നീട് മകളുടെ വേർപാടിൽ മിച്ചൽ ദുഃഖം പങ്കുവച്ചു. ഈ ദുഃഖത്തെ അപമാനിക്കാനല്ല ഈ ചോദ്യം, മറിച്ച് ഒരു മനുഷ്യജീവന്റെ മൂല്യം എന്തിനെ അടിസ്ഥാനമാക്കിയാണെന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ജനിക്കാനാകാത്തതുകൊണ്ടോ, ജനിച്ചതുകൊണ്ടോ, രോഗിയായതുകൊണ്ടോ, വൈകല്യമുണ്ടാകുന്നതുകൊണ്ടോ, മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നതുകൊണ്ടോ ഒരു മനുഷ്യജീവന്റെ മൂല്യം കുറയുമോ? നിയമപരമായും വൈദ്യശാസ്ത്രപരമായും ഈ സംഭവങ്ങൾ ഒരുപോലെയല്ല. എന്നാൽ ഇവയെല്ലാം സമൂഹത്തിന് മുമ്പിൽ ഒരാഴത്തിലുള്ള ധാർമ്മിക ചോദ്യം ഉയർത്തുന്നു. രോഗം, വൈകല്യം, പ്രായം, ആശ്രിതാവസ്ഥ, സാഹചര്യം എന്നിവ ഒരാളെ സംരക്ഷണത്തിന് അർഹനല്ലാത്തവനാക്കുന്നുവോ? കത്തോലിക്ക സഭയുടെ പഠനം നൽകുന്ന ഉത്തരം വ്യക്തമാണ്. ഓരോ മനുഷ്യജീവനും അന്തർലീനമായ മഹത്വമുണ്ട്. കാരണം മനുഷ്യജീവൻ ദൈവത്തിന്റെ ദാനമാണ്. ആരോഗ്യം, കഴിവ്, പ്രായം, സൗകര്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ അതിന്റെ മൂല്യം അളക്കാനാവില്ല. ജീവന്റെ സംരക്ഷണം ഗർഭധാരണത്തിൽ നിന്ന് സ്വാഭാവിക മരണം വരെ നീളുന്നതാണ്. അനാവശ്യ ഗർഭധാരണമോ ഗുരുതരമായ രോഗനിർണയമോ കാരണം ഗർഭസ്ഥ ശിശുവിനെ ഉപേക്ഷിക്കരുത്. അമ്മ പ്രതിസന്ധിയിലായതിനാൽ നവജാത ശിശുവിനെ ഉപേക്ഷിക്കരുത്. അതിനാൽ പ്രതിസന്ധിയിലായവർക്ക് വെറും സഹതാപമല്ല വേണ്ടത്, ചികിത്സയും പിന്തുണയും സമൂഹത്തിന്റെ കരുതലും പ്രത്യാശയും ആവശ്യമാണ്. പ്രത്യേകിച്ച് സ്വയം സംരക്ഷിക്കാൻ കഴിയാത്ത കുട്ടികൾക്കും രോഗികൾക്കും വൈകല്യമുള്ളവർക്കും വയോധികർക്കും സമൂഹം കൂടുതൽ സംരക്ഷണം നൽകണം. ക്രൈസ്തവ വിശ്വാസത്തിൽ ജീവന്റെ ദാതാവ് ദൈവമാണ്. ആര് ജീവിക്കുവാൻ അർഹമാണെന്ന് തീരുമാനിക്കുകയല്ല മനുഷ്യന്റെ ഉത്തരവാദിത്വം, മറിച്ച് ദൈവം നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ മനുഷ്യജീവനെയും സംരക്ഷിക്കുകയാണ് നമ്മുടെ കടമ. ഗർഭധാരണത്തിന്റെ നിമിഷം മുതൽ സ്വാഭാവിക മരണം വരെ. ജോസ് ഡെസ്ക്, ഷിക്കാനാനോസ്.